ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പോളിഗണിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തല്ലേ, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ചെയ്താലോ. അപ്പോൾ പ്രോബ്ലംസ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ 52 സൈഡഡ് പോളിഗൺ. അതായത് ഒരു 52 സൈഡുള്ള പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 52 സൈഡുള്ള ഒരു ബഹുഭുജത്തിൻ്റെ എല്ലാ കോണുകളുടെയും ആകെ തുക എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മൊത്തം എല്ലാ ആംഗിൾസിൻ്റെയും സമ്മ് നമുക്ക് നോക്കാം. അതിന് ആദ്യം എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്, നമുക്ക് റിലേഷനിൽ തന്നിരിക്കുന്ന കാര്യം എന്താണ്, നമുക്ക് n എന്ന് പറയുന്നത്, അതായത് നമ്മുടെ എല്ലാ സൈഡുകളുടെയും എണ്ണം, എത്ര സൈഡ് ഉണ്ട് ആ സൈഡുകളുടെ എണ്ണം എന്ന് പറയുന്നത് 52 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ n എന്ന് പറയുന്നത് 52 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു റിലേഷനെ കുറിച്ച് പറഞ്ഞിരുന്നു, അതായത് n-നെ ബന്ധപ്പെടുത്തി ഒരു റിലേഷൻ പറഞ്ഞിരുന്നു. അതായത് n സൈഡുകളുള്ള ഒരു പോളിഗണിൻ്റെ ആംഗിളുകളുടെ സം എന്ന് പറയുന്നത് n-2 × 180 ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ n സൈഡ്സ് ആണെങ്കിൽ നമുക്കറിയാം n-2 × 180 ആയിരിക്കും നമ്മുടെ പോളിഗണിൻ്റെ ആംഗിളുകളുടെ സം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 52 ആണ് നമ്മുടെ n എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ n എന്തായിട്ട് കൊടുക്കാം, നമുക്ക് സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് സം ഓഫ് ആംഗിൾസ്, അതായത് 52 സൈഡ്സ് ഉള്ള ഒരു പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് ഈക്വൽ ടു n-2 എന്നുള്ളത് n-ന് പകരം എന്ത് കൊടുക്കാം, നമുക്ക് n എന്ന് പറയുന്നത് 52 ആണല്ലേ, കാരണം 52 സൈഡാണ് നമുക്കുള്ളത്. അപ്പോൾ 52 എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 52 - 2 × 180 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ 52 - 2 × 180 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 52 - 2 എത്രയാണ്, 50 ആണല്ലേ. അപ്പോൾ 50 × 180 എന്ന് നമുക്ക് കിട്ടി. 50 × 180 എത്രയാണ്, 50 × 180 എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9000 കിട്ടും. അപ്പോൾ എല്ലാ ആംഗിളുകളുടെയും സം എത്രയാണ്, 9000. അതായത് 9000 ആണ് നമ്മുടെ എല്ലാ ആംഗിളുകളുടെയും സം എന്ന് പറയുന്നത്. അപ്പോൾ 9000 ഡിഗ്രി ആയിരിക്കും നമ്മുടെ എല്ലാ ആംഗിളുകളുടെയും സം എന്ന് പറയുന്നത്. ആ ഒരു പ്രോബ്ലത്തിന് നമുക്ക് ഉത്തരം കിട്ടിയല്ലേ. ഇനി രണ്ടാമത്തെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് 8100. അതായത് ഒരു പോളിഗണിൻ്റെ എല്ലാ ആംഗിളുകളുടെയും സം എന്ന് പറയുന്നത് 8100 ആണ്. അതായത് ഒരു ബഹുഭുജത്തിൻ്റെ എല്ലാ കോണുകളുടെയും തുക എന്ന് പറയുന്നത് 8100 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര സൈഡുകൾ അതിനുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, നമുക്ക് തന്നിരിക്കുകയാണ് ഒരു പോളിഗണിൻ്റെ എല്ലാ ആംഗിളുകളുടെയും സം എന്ന് പറയുന്നത് 8100 ആണ്. അപ്പോൾ എന്താണ് നമ്മുടെ 8100 എന്ന് പറയുന്നത്, സം ഓഫ് ഓൾ ആംഗിൾസ് എന്ന് പറയുന്നത് എന്താണ്, അതായത് എല്ലാ ആംഗിളുകളുടെയും സം എന്ന് പറയുന്നത് 8100 ആണ് അല്ലേ. അത് നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. സം ഓഫ് ഓൾ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ ആംഗിളുകളുടെയും സം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. ഇപ്പോൾ n സൈഡുള്ള നമ്മുടെ ഈ ഒരു പോളിഗണിൻ്റെ, അതായത് 8100 സമ്മായിട്ട് വരുന്ന ആംഗിളുകളുടെ സമ്മായിട്ട് വരുന്ന ഈ ഒരു പോളിഗണിൻ്റെ സൈഡുകളുടെ എണ്ണം നമുക്ക് n ആണെന്ന് എടുക്കാം. നമുക്കറിയില്ല, കാരണം n കണ്ടുപിടിക്കണമല്ലേ. n ആണെന്ന് വെറുതെ കൂടി വിചാരിക്കാം, കാരണം നമുക്കറിയാത്തൊരു നമ്പറാണ്, അതുകൊണ്ട് n എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. നമുക്കറിയാവുന്ന ഒരു റിലേഷൻ ഇവിടെ ഉണ്ട്. അതെന്താണ്, n സൈഡുകളുള്ള ഒരു പോളിഗണിൻ്റെ ആംഗിളുകളുടെ സം എന്ന് പറയുന്നത് എത്രയായിരിക്കും, n-2 × 180 ആയിരിക്കും. അപ്പോൾ സം ഓഫ് ഓൾ ആംഗിൾസ് എന്ന് പറയുന്നത് എന്തായിട്ട് നമുക്ക് എഴുതാം, n-2 × 180 ആണെന്ന് നമുക്ക് എഴുതാൻ സാധിക്കും അല്ലേ. n-2 × 180 ആണ് നമുക്ക് എഴുതാൻ സാധിക്കും. അത് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ടല്ലേ, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് എല്ലാ ആംഗിളുകളുടെയും തുക എന്ന് പറയുന്നത് 8100 ആണെന്ന്. അപ്പോൾ n-2 × 180 എന്ന് പറയുന്നത് എല്ലാ ആംഗിളുകളുടെയും തുകയാണ്. അതേപോലെ തന്നെ അതിൻ്റെ വാല്യൂ 8100 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ n-2 × 180 എന്ന് പറയുന്നത് നമുക്ക് 8100 എന്ന് എഴുതാൻ സാധിക്കും. അപ്പോൾ n-2 × 180 എന്ന് പറയുന്നത് 8100 ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് n-2 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ രണ്ട് സൈഡിലും 180 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്ക് n-2 മാത്രം ലെഫ്റ്റ് സൈഡിൽ അവശേഷിക്കും അല്ലേ. അപ്പോൾ n-2 മാത്രം ലെഫ്റ്റ് സൈഡിൽ അവശേഷിക്കും. അപ്പോൾ n-2 കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് ഇക്വേഷൻസിനെ കുറിച്ചായിരുന്നു. ആ ഇക്വേഷൻസിൽ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞ കാര്യമാണ്. കൂടുതൽ എങ്ങനെയാണ് ഇത് ചെയ്തത് എന്നുള്ളത് ഞാൻ അതിൽ കൂടുതൽ ഇലാബറേറ്റ് ചെയ്യുന്നില്ല, കൂടുതൽ പറയുന്നില്ല അതിനെക്കുറിച്ച്. അപ്പോൾ നിങ്ങളത്
കഴിഞ്ഞ ചാപ്റ്റർ കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം ഈ ഒരു ചാപ്റ്ററിലേക്ക് വരാൻ, അല്ലെങ്കിൽ ഈ റിലേഷൻസ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് ചെറിയ സംശയം വരും. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും 180 കൊണ്ട് 180 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു രണ്ട് സൈഡിലും. അപ്പോൾ എന്ത് കിട്ടി? നമുക്ക് n-2 എന്ന് പറയുന്നത് 8100/180 ആണെന്ന് കിട്ടി അല്ലേ? n-2 എന്ന് പറയുന്നത് 8100/180 ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് 8100/180 എന്ന് പറയുന്നത് എത്രയാണ്? 8100/180 എന്ന് പറയുന്നത് നമുക്ക് 45 ആണെന്ന് കിട്ടും അല്ലേ? 45 ആണെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും സിമ്പിളായിട്ട്. അപ്പോൾ n-2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 45 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് n-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ രണ്ട് സൈഡിലും നമുക്ക് +2 ചെയ്യാം. അപ്പോൾ n-2 + 2 = 45 + 2 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ എന്ത് കിട്ടി? n-2 + 2 എന്ന് പറയുന്നത് 0 ആവും. അപ്പോൾ n = 45 + 2 എന്ന് കിട്ടി. 45 + 2 എന്ന് പറയുന്നത് 47 ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് n എന്ന് പറയുന്നത് 47 ആണെന്ന് കിട്ടി. n എന്താണ്? സൈഡുകളുടെ എണ്ണമാണ്. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാ വശങ്ങളുടെയും എണ്ണം നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ? അപ്പോൾ n എന്ന് പറയുന്നത് 47 ആയിട്ട് കിട്ടി. അപ്പോൾ 47 വശങ്ങളുള്ള ഒരു പോളിഗൻ്റെ ആംഗിളുകളുടെ സമ്മായിരിക്കും 8100 എന്ന് പറയുന്നത്. അത് സിമ്പിളായിട്ട് നമ്മൾ ചെയ്തു അല്ലേ? അപ്പോൾ ആ ഒരു പ്രോബ്ലം നമുക്ക് കഴിഞ്ഞു. ഇനി അടുത്തൊരു പ്രോബ്ലം നമുക്ക് നോക്കിയാലോ. അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഈസ് ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എനി പോളിഗൺ 1600 ഡിഗ്രി. അതായത് ഏതെങ്കിലും ഒരു പോളിഗണിൻ്റെ ആംഗിളുകളുടെ സം എന്ന് പറയുന്നത് 1600 ഡിഗ്രി ആയിട്ട് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് n ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇപ്പോൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത അതേ രീതി തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് n ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ അതിനെന്താ ചെയ്യാം? നമ്മുടെ സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് = 1600 എന്ന് തന്നിട്ടുണ്ട്. അതായത് നമ്മൾ പറഞ്ഞിരിക്കുകയാണ് 1600 ആയിട്ട് വരുമോ, ഏതെങ്കിലും പോളിഗണിൻ്റെ ആംഗിളുകളുടെ സം എന്ന് പറയുന്നത് 1600 ആയിട്ട് വരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 1600 എന്നുള്ളത് ഒരു പോളിഗണിൻ്റെ ആംഗിളുകളുടെ സം ആണെന്ന് വിചാരിച്ചു, അങ്ങനെ അങ്ങോട്ട് ഉറപ്പിച്ചു, അസ്യൂം ചെയ്തു. എന്നിട്ട് സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് 1600 ആണെന്ന് നമ്മളങ്ങ് വിചാരിച്ചേക്കാണ്. ഓക്കെ, വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? സം ഓഫ് ആംഗിൾസിന് നമുക്കൊരു ഫോർമുല അറിയാമല്ലേ? നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ആ ഒരു ഫോർമുല നമുക്ക് എടുത്ത് എഴുതാം. അപ്പോൾ n-2 × 180 എന്ന് പറയുന്നതാണ് നമ്മുടെ സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ = എത്രയാണെന്ന് കിട്ടി? 1600 ആണെന്ന് നമ്മൾ വിചാരിച്ചു. ഇനി n-2 × 180 എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ നിന്നും 180 ഡിവൈഡ് ചെയ്യാം. അപ്പോൾ n-2 എന്ന് പറയുന്നത് n-2 = 1600 / 180 എന്ന് കിട്ടിയല്ലേ? അപ്പോൾ 1600/180 എന്ന് പറയുമ്പോൾ എത്രയാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്? 1600 / 180 എന്ന് പറയുമ്പോൾ നമുക്ക് 8.88 എന്ന് കിട്ടും അല്ലേ? n-2 എന്ന് പറയുന്നത് 8.88 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ n-ൻ്റെ വാല്യൂ എത്രയായിരിക്കും? n-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 8.88 + 2 കിട്ടും. അതായത് 10.88 എന്ന് കിട്ടുമല്ലേ? ഈ n-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 10.88 ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടല്ലേ? എന്താണ്? n എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ നമ്പർ ഓഫ് സൈഡ്സ് ആണ്. ഇപ്പോൾ 10 സൈഡ് ഉണ്ടെന്ന് നമുക്ക് പറയാം, വേണമെങ്കിൽ 11 സൈഡ് ഉണ്ടെന്ന് പറയാം. 10.88 സൈഡുള്ള ഒരു പോളിഗൺ വരയ്ക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ 1600 എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പോളിഗണിൻ്റെ ആംഗിളുകളുടെ സമ്മായിട്ട് വരികയില്ല. മനസ്സിലായില്ലേ? അതായത് നമ്മൾ ആദ്യം അതൊരു പോളിഗണാണെന്ന് വിചാരിച്ചിട്ട് പോളിഗണിൻ്റെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ n എന്നുള്ളതിന് നമുക്ക് ഒരു നമ്പർ അല്ലാത്ത, അതായത് ഒരു വോൾ നമ്പർ അല്ലാത്ത ഒരു വാല്യൂ കിട്ടി. നമ്മുടെ നാച്ചുറൽ നമ്പർ അല്ലാത്ത ഒരു വാല്യൂ കിട്ടി. അതായത് 1, 2, 3 എന്ന് പറയുന്ന എണ്ണൽ സംഖ്യ അല്ലാത്ത ഒരു വാല്യൂ നമുക്ക് കിട്ടി. അങ്ങനെ ഒരു വാല്യൂ കിട്ടിയത് കൊണ്ട് തന്നെ എണ്ണൽ സംഖ്യ അല്ലാത്ത ഒരു വാല്യൂ നമ്മുടെ സൈഡിൻ്റെ എണ്ണമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആദ്യമേ നമ്മൾ വിചാരിച്ച കാര്യം തെറ്റാണ്. നമ്മൾ അസ്യൂം ചെയ്തത് എന്തായിരുന്നു? ഇതൊരു പോളിഗൺ ആണെന്നാണ് അസ്യൂം ചെയ്തത്. അപ്പോൾ ഇത് പോളിഗൺ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിനുള്ളൊരു പ്രൂഫ് എഴുതേണ്ടത്. ഇത്രയും കാര്യം എഴുതി വെച്ചിട്ട് ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് ദ സം ഓഫ് ആംഗിൾസ് ഓഫ് എ പോളിഗൺ എന്ന് എഴുതുക. അതായത് അല്ലെങ്കിൽ ഇങ്ങനെ 10.88 എന്നുള്ളത് ഒരു സൈഡിൻ്റെ നമ്പറായിട്ട് കിട്ടിയതുകൊണ്ട് ഇതൊരു പോളിഗൺ അല്ല എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് എഴുതേണ്ട പ്രൂഫ്. ഓക്കെ,
ഇനി നമുക്ക് അടുത്തൊരു നമ്പർ വെച്ചിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ഇപ്പോൾ നമ്മൾ 1600 എന്നുള്ളത് നോക്കി നമുക്ക് 900 എന്നുള്ള നമ്പർ വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 900 എന്ന് പറയുന്ന നമ്പർ വെച്ചിട്ട് ഇനി ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് നമ്മൾ എത്രയായിട്ട് എടുക്കുന്നു? സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് ഈ പ്രാവശ്യം നമ്മൾ 900 ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ സം ഓഫ് ആംഗിൾസ് നമ്മൾ 900 ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ n-2 ഇൻറ്റു 180 എന്ന് പറയുന്നത് എത്രയാണ്? n-2 ഇൻറ്റു 180 എന്ന് പറയുന്നത് 900 ആയിട്ട് നമ്മൾ എടുക്കുന്നു. അപ്പോൾ n-2 എന്ന് പറയുന്നത് നമ്മൾ രണ്ട് സൈഡിലും 180 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 900 ഡിവൈഡഡ് ബൈ 180 കിട്ടുന്നു നമുക്ക്. 900 ഡിവൈഡഡ് ബൈ 180 എത്രയാണ്? 5 ആണ്. അപ്പോൾ n-2 എന്ന് പറയുന്നത് 5 ആണെന്ന് കിട്ടി. അപ്പോൾ n-ൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ രണ്ട് സൈഡിലും 2 കൊണ്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ n എന്ന് പറയുന്നത് ഈക്വൽ ടു 5 + 2 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ n എന്ന് പറയുന്നത് എത്രയായിട്ട് കിട്ടും? 7 ആയിട്ട് കിട്ടും. അപ്പോൾ 7 സൈഡ്, അപ്പോൾ n-ൻ്റെ വാല്യൂ എന്തായിട്ട് കിട്ടി നമുക്ക്? n-ൻ്റെ വാല്യൂ ഈ പ്രാവശ്യം നമുക്കൊരു നാച്ചുറൽ നമ്പറായിട്ട് കിട്ടി. അതായത് നമുക്ക് പറയാവുന്ന 7 സൈഡുള്ള ഒരു പോളിഗൺ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലേ. നേരത്തെ പ്രശ്നം എന്തായിരുന്നു? നമുക്ക് 10.88 സൈഡുള്ള ഒരു പോളിഗൺ ഉണ്ടെന്ന് പറയാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ 7 സൈഡുള്ള ഒരു പോളിഗൺ ഉണ്ട് എന്ന് പറയാൻ പറ്റും എന്നുള്ളത് കൊണ്ട് n-ൻ്റെ വാല്യൂ ഒരു നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 900 എന്ന് പറയുന്നത് നമ്മുടെ സം ഓഫ് ആംഗിൾസ് ഓഫ് എ പോളിഗൺ വിത്ത് 7 സൈഡ്സ് ആണെന്ന് പറയാൻ പറ്റും. അതായത് 7 സൈഡുകളുള്ള ഒരു പോളിഗണിൻ്റെ സം ഓഫ് ആംഗിൾസ് ആണ് 900 എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി ഒരു ചോദ്യം കൂടി ഈ ഒരു പാർട്ടിൽ നമുക്ക് ചെയ്തു നോക്കാം. ചോദ്യം എന്ന് പറയുന്നത് ഓൾ ദ ആംഗിൾസ് ഓഫ് 20 സൈഡഡ് പോളിഗൺ ആർ ദ സെയിം, ഹൗ മച്ച് ഈസ് ഈച്ച്? അതായത് 20 സൈഡുള്ള ഒരു പോളിഗൺ ആണ്, അതിൻ്റെ എല്ലാ സൈഡും സെയിം ആണ്. അതായത് എല്ലാ സൈഡിൻ്റെ ലെങ്ത്തും സെയിം ആണ്, എല്ലാ ആംഗിളുകളും സെയിം ആയിരിക്കും. എല്ലാ സൈഡിൻ്റെ ലെങ്ത്തും സെയിം ആണെങ്കിൽ എല്ലാ ആംഗിളുകളും സെയിം ആയിരിക്കും. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക, എല്ലാ സൈഡുകളും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓരോ ആംഗിളിൻ്റെയും വാല്യൂ എത്രയാണ്? അതായത് ഓരോ ആംഗിളും എത്ര ഡിഗ്രിയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? നമ്മുടെ സൈഡുകളുടെ എണ്ണം എത്രയാണ്? n ആണല്ലേ. n എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. ഓക്കെ, അപ്പോൾ n എന്ന് പറയുന്നത് 20 ആയിട്ട് എടുത്തു. നമുക്ക് സം ഓഫ് ആംഗിൾസ് കണ്ടുപിടിക്കണം അല്ലേ. സം ഓഫ് ആംഗിൾസ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോർമുല ഉണ്ടല്ലോ. എന്താണ്? n-2 ഇൻറ്റു 180. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ആ കാര്യം എഴുതി. അപ്പോൾ സം എന്ന് പറയുന്നത്, സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് നമ്മൾ n-2 ഇൻറ്റു 180 എന്ന് എഴുതി. അപ്പോൾ സം ഈക്വൽ ടു എത്രയാണ്? n-2 എന്നുള്ളിടത്ത് n-ന് നമുക്ക് എന്ത് കൊടുക്കാം? n-ൻ്റെ വാല്യൂ നമുക്ക് 20 ആയിട്ട് കൊടുക്കാം. അപ്പോൾ 20 - 2 ഇൻറ്റു 180 ആണ് നമ്മുടെ ആംഗിളുകളുടെ സം എന്ന് പറയുന്നത്. അപ്പോൾ 20 - 2 എന്ന് പറയുമ്പോൾ 18 ഇൻറ്റു 180 ആണല്ലേ. 20 - 2 എന്ന് പറയുന്നത് 18 ആണ്. അപ്പോൾ 18 ഇൻറ്റു 180 എന്ന് നമുക്ക് കിട്ടി. 18 ഇൻറ്റു 180യുടെ വാല്യൂ എത്രയാണ്? നമുക്ക് 3240 എന്ന് കിട്ടി. അപ്പോൾ സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് 3240 ഡിഗ്രിയാണ്. അപ്പോൾ സം ഓഫ് ആംഗിൾസ് നമുക്ക് കിട്ടി കഴിഞ്ഞു അല്ലേ. ഇനി സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് എല്ലാ ആംഗിളുകളുടെയും ആകെത്തുക എന്ന് പറയുന്നത്, സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് 3240 ആണ്, 3240 ആണ്. അങ്ങനെയാണെങ്കിൽ 20 ആംഗിളുകൾ നമുക്കുണ്ട്, 20 ആംഗിളുകളുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെ സം എന്ന് പറയുന്നത് 3240 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ആംഗിളിൻ്റെ സം എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? നമുക്കൊരു റിലേഷൻ ആദ്യമേ അറിയാം. എന്താണ്? എല്ലാ സൈഡുകളും സെയിം ആണ്. ഈ ഒരു പോളിഗണിൻ്റെ എല്ലാ സൈഡുകളും സെയിം ആയതുകൊണ്ട് എന്താണ്? എല്ലാ ആംഗിളുകളും സെയിം ആണ്. അപ്പോൾ എല്ലാ ആംഗിളുകളുടെയും വാല്യൂ എന്ന് പറയുന്നത് സെയിം തന്നെയാണല്ലേ. അപ്പോൾ നമ്മൾ 3240 ഡിവൈഡഡ് ബൈ 20 ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആംഗിളുകളും എത്രയാണോ ആ വാല്യൂ നമുക്ക് കിട്ടുമല്ലേ. അതിനെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആംഗിളിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. 20 ആംഗിളുകളും ഒരേപോലത്തെ 20 ആംഗിളുകളുടെ വാല്യൂ ആണ് 3240 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആംഗിളിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ നമുക്ക് ഈ മൊത്തം തുകയെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലേ. വാല്യൂ ഓഫ് ആൻ ആംഗിൾ എന്ന് പറയുന്നത്, അതായത് ഒരു ആംഗിളിൻ്റെ വില എന്ന് പറയുന്നത്, വാല്യൂ ഓഫ് ആൻ ആംഗിൾ ഈക്വൽ ടു 3240നെ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 20 ചെയ്താൽ മതിയല്ലേ. അപ്പോൾ 3240 ഡിവൈഡഡ് ബൈ 20 എന്ന് പറയുന്നത് നമുക്ക് 3240 ഡിവൈഡ് ബൈ 20 എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടും? 162 ഡിഗ്രി എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഒരു ആംഗിളിൻ്റെ വാല്യൂ എത്രയാണ്? 162 ഡിഗ്രിയാണ് നമുക്ക് കിട്ടി. അപ്പോൾ എല്ലാ ആംഗിളിൻ്റെയും വാല്യൂ സെയിം ആണ്. അങ്ങനെ 20 എണ്ണം ഉണ്ട്. 20 എണ്ണം കൂടിയപ്പോഴാണ് നമുക്ക് 3240 കിട്ടിയത്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ വില കിട്ടണമെങ്കിൽ നമുക്ക് 3240 ഡിവൈഡഡ് ബൈ 20 ചെയ്താൽ മതി. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 162 എന്നുള്ള ഒരു ആംഗിളിൻ്റെ വില കിട്ടി. അപ്പോൾ 162 ആണ് അതിൽ ഒരു ആംഗിളിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ.
അപ്പോൾ എല്ലാവരും കൂടെ കൂട്ടി ഒരുമിച്ച് ആലോചിച്ചപ്പോഴാണ് ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഇത്രയും ചെയ്ത ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ എപ്പോഴും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു.